ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ ലൈഫിൽ മരണം വരെ ഇനി മറ്റൊരു പെൺകുട്ടി ഉണ്ടാവില്ല. എന്റെ സമൃദ്ധിയുടെ ഓർമ്മകൾ മാത്രം മതി എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ. അത്രമാത്രം സ്നേഹം അവൾ എനിക്ക് തന്നിട്ടുണ്ട്. മോനെ, സമൃദ്ധ മോൾക്ക് ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല. സമൃദ്ധ? ആ ഈശ്വര, സ്വന്തം പേര് കൂടി ഓർക്കാൻ പറ്റുന്നില്ലേ? മോനെ, നീ സമൃദ്ധ മോളുടെ അടുത്ത് കുറച്ചു നേരം ഇരിക്കേ. കുറച്ചു നേരം നിങ്ങള് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കുമ്പോ പഴയതൊക്കെ ഓർമ്മ വരും. ഒരു മിനിറ്റ്. ഹലോ. നിന്റെ ഈ കിടപ്പ് കണ്ടിട്ട് അവന് സഹിക്കാൻ പറ്റുന്നില്ല. നീ ബോധമില്ലാതെ കിടന്നപ്പോ ഇടയ്ക്ക് വന്ന് നിന്നെയും കുഞ്ഞിനെയും നോക്കും. എന്നിട്ട് വിഷമത്തോടെ അവിടെ പോയിരിക്കും. സമൃദ്ധ മോളെ, നീയും മോളും അവന് പ്രാണനാ. മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അമ്മയും ശിശിരയും ഗോകുലും മോളും എല്ലാം നിന്റെ കൂടെയുണ്ട്. അമ്മ, അമ്മയുടെ പേരെന്താ? അയ്യോ എന്റെ ദൈവമേ, എന്റെ കുഞ്ഞ് എന്റെ പേര് പോലും മറന്നുപോയോ? ശോഭനാമ ശോഭനാമ എന്ന് വിളിച്ച് ഈ അമ്മയുടെ പിന്നാലെ നടന്നതൊന്നും മോൾക്ക് ഓർമ്മയില്ലേ? എന്റെ കൃഷ്ണ, എത്രയും പെട്ടെന്ന് എന്റെ കുഞ്ഞിന് ഓർമ്മ വരണേ. മോള് വിഷമിക്കണ്ട. ഇവിടുന്ന് ഡിസ്ചാർജ് ആയി നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോ അമ്മ എല്ലാം പറഞ്ഞു തരാം. അപ്പൊ ഓരോന്നോരോന്നായി മോൾക്ക് ഓർമ്മ വരും. അമ്മ, എനിക്ക് ഉറക്കം വരുന്നു. മോൾ ഉറങ്ങിക്കോ. അമ്മ ഇവിടെ തന്നെയുണ്ട്. അമ്മേ, എന്തായി? സമൃദ്ധ അകത്തുണ്ട്. എന്താ, അതല്ലേ നല്ലത്? എന്റെ മോനും അവന്റെ കുഞ്ഞിനും വേണ്ടി ഈ അമ്മയ്ക്ക് ഇതേ ചെയ്യാൻ പറ്റൂ. ഇത് നടക്കുന്ന കാര്യമല്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല. ആ പെൺകുട്ടിയുടെ ബന്ധുക്കളെ കണ്ടുപിടിച്ച്
പോലീസ് അവളെ അവരുടെ കൂടെ അങ്ങ് വിട്ടോളും. അതല്ലേ ശരി? അല്ലാതെ ആ പെൺകുട്ടി എന്റെ സമൃദ്ധിയോടൊക്കെ ജീവിക്കാന്ന് പറഞ്ഞ ഇല്ല, എനിക്കൊരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ വന്നാ ഗോകുലിന്റെ പേര് കേസ് വരില്ലേ? കേസ് വന്നോട്ടെ, അതൊരു ആക്സിഡന്റ് ആണെന്ന് കോടതി തെളിയിക്കാൻ എനിക്കൊരു പ്രയാസമില്ല. നിനക്ക് പ്രയാസമില്ലായിരിക്കും, പക്ഷേ ഇത് നിന്റെ കുഞ്ഞിന് വേണ്ടിയാ. കോടതിയിൽ ഈ കേസ് വരാൻ പാടില്ല. ഗോകുലേ, നിനക്ക് ഓർമ്മയുണ്ടല്ലോ, ഓർഫനേജിലെ ഒരു മ്യൂസിക് പ്രോഗ്രാമിനിടയിലാ നീ ആദ്യമായി ഇസബെല്ലെ കണ്ടത്. നീ അവളെ ഇഷ്ടപ്പെട്ടു, നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചു. അതിനെല്ലാം ഞാൻ സാക്ഷിയാ. അവളെ വിവാഹം കഴിക്കാൻ നിനക്കിഷ്ടമാണെന്ന് നീ എന്നോട് വന്ന് പറഞ്ഞപ്പോ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞു. ഓർമ്മയുണ്ടോ ഗോകുലിന്? ജന്മനാ ഹൃദയരോഗമുള്ള സമൃദ്ധയെ ആരോ ദേ ആ മാതാവിന്റെ തിരുരൂപത്തിന് മുൻപിൽ ഉപേക്ഷിക്കുകയായിരുന്നു. അവളുടെ രോഗം നിനക്കൊരു പ്രശ്നമായിരുന്നില്ല. നിന്റെ ഇഷ്ടത്തിന് ഞങ്ങൾ ആരും എതിര് നിന്നിട്ടില്ല. പക്ഷെ ഇപ്പോ ഞങ്ങൾ പറയുന്നത് നീ അനുസരിക്കണം. എന്ത്? ആ പെൺകുട്ടിയെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നോ? അതെ. അമ്മേ, എന്റെ ലൈഫിൽ മരണം വരെ ഇനി മറ്റൊരു പെൺകുട്ടി ഉണ്ടാവില്ല. എന്റെ സമൃദ്ധിയുടെ ഓർമ്മകൾ മാത്രം മതി എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ. അത്രമാത്രം സ്നേഹം അവൾ എനിക്ക് തന്നിട്ടുണ്ട്. ഗോകുൽ, അമ്മയില്ലാത്തതിന്റെ കുറവ് നമ്മുടെ കുഞ്ഞിനെ അറിയിക്കരുത്. ഒരു രാജകുമാരിയെ പോലെ അവളെ വളർത്തണം. അത് കണ്ട് സ്വർഗത്തിലിരുന്ന് എനിക്ക് സന്തോഷിക്കണം. നിന്റെ ജീവിതത്തിലേക്ക് അവൾ വരണോ വേണ്ടയോന്നൊക്കെ നീ തീരുമാനിച്ചാ മതി. പക്ഷേ നിന്റെ കുഞ്ഞിനൊരമ്മ വേണ്ടേ? അതുമാത്രമല്ല, ആ പെൺകുട്ടിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടത് നിന്റെ വണ്ടി ഇടിച്ച. അവളുടെ ഓർമ്മകൾ തിരിച്ചു വരുന്നവരെയെങ്കിലും അവളെ സംരക്ഷിക്കേണ്ട ബാധ്യത നിനക്കില്ലേ? എടാ, തൽക്കാലം ആ കുട്ടി നമ്മുടെ കൂടെ തന്നെ താമസിക്കുന്നത് നല്ലത്. ഇനി അഥവാ എന്തെങ്കിലും ആ കുട്ടിയുടെ ബന്ധുക്കൾ വന്നാൽ തന്നെ ഇത്രയും കാലം നമ്മളവളെ സംരക്ഷിച്ചു എന്ന് പറയാമല്ലോ.